കഴിഞ്ഞ ദിവസം നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചത് എല്ലാവരും അറിഞ്ഞു കാണും. പക്ഷെ അതിനെ പറ്റിയിട്ടുള്ള ചർച്ചകളോ അതിനെ പറ്റിയിട്ട് ആഴത്തിലുള്ള നമ്മുടെ സംസ്ഥാനത്തിന് എന്ത് നേട്ടമുണ്ടായി, അർഹതപ്പെട്ടത് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊന്നും ആരും ഉന്നയിക്കുകയോ അല്ലെങ്കിൽ ഒരു ചർച്ച നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിനൊരു കാരണമുണ്ട്. നമ്മുടെ സഹോദരനായിട്ടുള്ള കോഴിക്കോട് അർജുൻ എന്ന് പറയുന്ന ഒരു യുവാവ്, അദ്ദേഹം കർണാടകയിൽ തടികയറ്റി വരുന്ന വഴിയിൽ ശിരൂരിൽ നടന്നിട്ടുള്ള ആ ഒരു അപകടം, അതിൽ നിന്ന് കാണാതായിട്ടുള്ള ആ ഒരു വിഷയത്തെ എല്ലാവരും ഉറ്റുനോക്കി ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ ഒരു വാർത്തയിൽ ഒരു സമാപനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനിടയിൽ പ്രഖ്യാപിച്ച ഈ ഒരു ബജറ്റ് അവതരണത്തിൽ ആരും ഉറ്റുനോക്കിയിട്ടില്ല. വലിയ രീതിയിലുള്ള ഒരു ചർച്ചാ വിഷയവും എടുത്തിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഇരുന്ന് ഇതിനെ പറ്റിയിട്ടുള്ള ഈ ബജറ്റിനെ പറ്റി ഓട്ടിച്ചൊന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഇന്ത്യയിലെ കേരളത്തിനെ അവഗണനയുടെ അങ്ങേയറ്റം അവഗണിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കഴിഞ്ഞ ബജറ്റ് അതേ കണക്ക് തന്നെ, കേരളത്തിനെ അപേക്ഷിച്ച് അതേ കണക്ക് തന്നെ എടുത്ത് അവതരിപ്പിച്ചു എന്ന് വേണം പറയാൻ. ഒരു രീതിയിലുള്ള ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഒരു MP ഇവിടുന്ന് വിജയിച്ചു പോയി BJPക്ക് കിട്ടിയതിന്റെ എന്തെങ്കിലും ഒരു പരിഗണനയോ അങ്ങനെ ഒരു രീതിയിലുള്ള പരിഗണനയും കേരളത്തിന് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ളത്. അവിടെ കേരളത്തിന് നമുക്ക് ഇത്തിരി കഴിഞ്ഞിട്ട് എടുക്കാം, ഒന്ന് മാറ്റി വെച്ചേക്കാം. പക്ഷേ ഇതില് ഈ ഒരു ബജറ്റിൽ ആർക്കാണ് നേട്ടം എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ എവിടത്തേക്കാണ് നേട്ടം ഉണ്ടായിട്ടുള്ളത്, ആർക്കാണ് വീഴ്ച പറ്റിയിട്ടുള്ളത് എന്നുള്ളൊരു ചോദ്യം എന്തായാലും ഉന്നയിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇത് BJPയുടെ കസേര, നരേന്ദ്രമോദിയുടെ കസേര ഒന്നും കൂടി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലൂടെയായിരുന്നു BJP കടന്നുപോയത്. അതുകൊണ്ട് സഖ്യകക്ഷികളെയും കൂടിയൊക്കെ പിടിച്ചു നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയത് കൊണ്ട് 5 വർഷം പൂർത്തീകരിക്കുമോ എന്നുള്ള ചോദ്യം ഇങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ടും അവരെയൊക്കെ ഒന്ന് തൃപ്തിപ്പെടുത്തി അവരെയൊക്കെ ഒന്ന് പരിഗണിച്ചുകൊണ്ട് പോയാൽ മാത്രമേ 5 കൊല്ലം പാസ്സാക്കാൻ ഒക്കൂ. അതുകൊണ്ട് BJP ഈ ഒരു ബജറ്റിൽ ആ ഘടകകക്ഷികൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട്, ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡുവിന് ബീഹാറിലെ നിതീഷ് കുമാറിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ബജറ്റ് അവതരണമാണ് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനും കാരണം. കേരളത്തിനെ അവഗണിക്കൽ ഇത് ആദ്യത്തെ വിഷയമൊന്നുമല്ല. കേന്ദ്രത്തിൽ എപ്പോൾ BJP കയറിയോ അന്ന് മുതൽ അല്ലാതെ പല മേഖലയിൽ പല നികുതി പണത്തിൽ നിന്നും കിട്ടേണ്ടുള്ള വരുമാനം പോലും കേന്ദ്രം തടഞ്ഞു വെക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ബജറ്റിൽ അവഗണിക്കുക എന്ന് പറയുന്നത് സാധാരണ കാര്യമല്ല. ഇത് എപ്പോഴും നടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. പിന്നെ ഇതിൽ നേട്ടമുണ്ടാക്കിയിട്ടുള്ള ഈ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവാണ്. നിതീഷ് കുമാറിനാണ് എനിക്ക് തോന്നുന്നത് ബജറ്റിൽ നല്ല രീതിയിലുള്ള നേട്ടമുണ്ടായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേന്ദ്രമന്ത്രിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കടിപിടിയൊക്കെ നടന്നിരുന്നു. ആ കടിപിടിയിൽ ചന്ദ്രബാബു നായിഡു ആ ഒരു സമയത്ത് തന്നെ കേന്ദ്രമന്ത്രി പദവിയൊക്കെ ഒരുപാടൊക്കെ വാങ്ങിയെടുത്തു, ഒരുപാട് കാര്യങ്ങൾ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തു. അതുപോലെ തന്നെ ആന്ധ്രയ്ക്ക് സ്പെഷ്യൽ പദവി എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ചന്ദ്രബാബു നായിഡു നേടിയെടുത്തു. അതിൽ നിന്നൊക്കെ നിതീഷ് കുമാറിനെ ഒഴിവാക്കിയിരുന്നു BJP. കേന്ദ്രമന്ത്രി പദവി കൊടുക്കുന്നതിലൊക്കെ ഒരു പരിധി ഒക്കെ നിശ്ചയിച്ചുകൊണ്ട് തന്നെയാണ് നിതീഷ് കുമാറിനെ അവിടെ കണ്ടത്. പക്ഷേ ബജറ്റിലോട്ട് വന്നപ്പോൾ അവിടെ നല്ല രീതിയിൽ നിതീഷ് കുമാറിനെ പരിഗണിച്ചു എന്ന് വേണം വ്യക്തമാക്കാൻ. 26,000 കോടി രൂപയാണ് റോഡ് നിർമ്മാണത്തിനും പാല നിർമ്മാണത്തിനൊക്കെ ആയിട്ട് മാറ്റിവെച്ചിരിക്കുന്നത് നിതീഷ് കുമാറിനായിട്ട്. അതുപോലെ ബീഹാറിന് നിതീഷ് കുമാറിനുമായിട്ട്. അതുപോലെ തന്നെ 2400 മെഗാവാട്ടിന്റെ ഊർജ്ജ പ്ലാനിന് വേണ്ടി മാത്രം 21,400 കോടി രൂപ ബീഹാറിന് വേണ്ടി കൊടുക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത് ഈ ബജറ്റില്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കുമായിട്ട് ബജറ്റ് നല്ല രീതിയിൽ അവതരിപ്പിച്ചു എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ ബീഹാറിൽ വിമാനത്താവളങ്ങൾക്ക് വേണ്ടിയിട്ടും അങ്ങനെ നിരവധി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ബീഹാറിന് ഒരു സ്പെഷ്യൽ പദവി വേണമെന്നുള്ള ഒരു ന്യായം അത് അവർ തള്ളിക്കളഞ്ഞു, BJP തള്ളിക്കളഞ്ഞു. പക്ഷെ പകരം ഇതുപോലുള്ള കാര്യങ്ങൾ ഈ ബജറ്റിലൂടെ നേട്ടമാക്കി എടുക്കാൻ ബീഹാറിനും അതുപോലെ തന്നെ മധ്യപ്രദേശ് ആന്ധ്രയ്ക്കും നടന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. എന്തായാലും ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ രാഷ്ട്രീയത്തിൽ മുതലെടുപ്പ് നടത്തി കഴിഞ്ഞു ഈ ബജറ്റിലൂടെ. കേരളത്തിലോട്ട് വേറെ ഒരു രീതിയിലുള്ള പരിഗണനയും കിട്ടിയിട്ടില്ല. എയിംസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരവധി വർഷങ്ങളിൽ നിരവധി തവണ കണ്ണു തുറപ്പിക്കുകയുണ്ടായി സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാരിന്. പക്ഷെ എപ്പോഴൊക്കെ കണ്ണു തുറപ്പിച്ചോ അപ്പോഴെല്ലാം അവഗണനയുടെ അങ്ങേയറ്റമായിരുന്നു നടന്നത്. എയിംസ് പോലും ഇപ്പോൾ എടുത്തു പറഞ്ഞിട്ടില്ല. എയിംസ് ഇനിയും സ്വപ്ന ഒരു പദ്ധതിയായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. അതൊരു ഭാഗത്ത്. പിന്നീട് ഉള്ളതെന്ന് പറഞ്ഞാൽ, ഈ ബജറ്റ് അവതരിപ്പിച്ചതോടുകൂടി സ്വർണത്തിന്റെ വില ഇടിഞ്ഞു. അതുപോലെ തന്നെ സിൽവറിന്റെയും അങ്ങനെ ഡയമണ്ടിന്റെ ഒക്കെ വിലയൊക്കെ കുറഞ്ഞെന്ന് പറഞ്ഞു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പറഞ്ഞ സ്വർണം എടുത്ത് വായിൽ വെച്ചാൽ വയറ് നിറയില്ല. അതുപോലെ തന്നെ സിൽവർ എടുത്ത് വായിൽ വെച്ചാലോ, പിന്നെ പറയുന്നത് കേട്ടു
മൊബൈൽ ഫോണിനും റീചാർജിനും ഒക്കെ റേറ്റ് കുറഞ്ഞു എന്നുള്ള ഒരു സംഭവം. അതും ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ഒരു യുവതലമുറയെ നശിപ്പിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്ന ഒരു ഉപകരണമാണ് മൊബൈൽ ഫോൺ. മൊബൈൽ ഫോണൊന്നും ഒരു ദിനംപ്രതി ഉപയോഗിക്കുന്ന ഒരു സാധനത്തിലോ അതുപോലെ തന്നെ ജീവൻ നിലനിർത്താൻ പറ്റുന്ന ഒരു വിഭാഗത്തിലെ പെടുത്താൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അപ്പോൾ അതിലേക്ക് വില കുറയ്ക്കുന്നതിലുപരി ചെയ്യേണ്ടത് ഭക്ഷ്യ സാധനങ്ങൾക്ക് വില കുറയ്ക്കുക, പാവങ്ങൾക്ക് ജീവിക്കാൻ അന്നന്ന് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുന്നവരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തുന്ന ഒരു രീതിയിലുള്ള ബജറ്റ്, അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ ഇവിടെയൊക്കെ അങ്ങനെയൊന്നുമല്ല നടന്നത്. അട്ടിമറിയാണ് നടന്നത്. വെറും ഒരുമാതിരി ആർക്കോ വേണ്ടിയിട്ട് ഓക്കാനിക്കാൻ വേണ്ടി എന്നുള്ള ഒരു പഴഞ്ചൊല്ല് പറയല്ലോ, അതുപോലുള്ള ഒരു ബജറ്റ് അവതരണമായിരുന്നു. ചിലരുടെയൊക്കെ കസേര ഊട്ടി ഉറപ്പിക്കാൻ, ചിലരൊന്നും വിട്ടുപോകാതിരിക്കാൻ വേണ്ടി, അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ബജറ്റ്. മൊബൈൽ ഫോണും ഗോൾഡും ഒന്നും ആർക്കും ഒരു ഉപകാരവും ഉണ്ടാവത്തില്ല. സാധാരണക്കാരനാണ് നമ്മുടെ രാജ്യത്ത് കൂടുതൽ, അവർക്കൊന്നും ഒരു ഉപകാരവും ഉണ്ടാവത്തില്ല എന്ന് ഞാൻ പറഞ്ഞു വയ്ക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. എന്തായാലും ബജറ്റിന് എതിരെ എനിക്ക് നല്ല രീതിയിലുള്ള ഒരു ഖേദ പ്രകടനമാണ് ഉള്ളത്. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും കമന്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം.